ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ആണും പെണ്ണും ഒരു തുല്യത ഇക്വാലിറ്റി ഉണ്ടാക്കാനാണ് ഈ കണ്ട ഫെമിനിസ്റ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. സ്ത്രീപക്ഷത്ത് നിന്ന് രണ്ട് സ്റ്റാൻഡുകളാണ് വരാറ്. ഒന്ന്, പുരുഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് പുരുഷൻ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ സ്ത്രീകളെ പോലെ ആകണം. അഥവാ ഞങ്ങൾ പുരുഷന്മാരെ റേപ്പ് ചെയ്യാറില്ല, ഞങ്ങൾ സെക്ഷലി അബ്യൂസ് ചെയ്യാറില്ല, വെർബലി അല്ലെങ്കിൽ വെർബൽ റേപ്പുകൾ ചെയ്യാറില്ല, പുരുഷനും കുറച്ച് എന്ത് ചെയ്യണം, ഞങ്ങളോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണം എന്ന രൂപത്തിലുള്ള ഒരു സ്റ്റാൻഡാണ്. അതുകൊണ്ട് പുരുഷൻ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ സ്ത്രീകളെ പോലെ ആകണം. അഥവാ ഞങ്ങൾ പുരുഷന്മാരെ റേപ്പ് ചെയ്യാറില്ല, ഞങ്ങൾ സെക്ഷലി അബ്യൂസ് ചെയ്യാറില്ല, വെർബലി അല്ലെങ്കിൽ വെർബൽ റേപ്പുകൾ ചെയ്യാറില്ല, പുരുഷനും കുറച്ച് എന്ത് ചെയ്യണം, ഞങ്ങളോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണം എന്ന രൂപത്തിലുള്ള ഒരു സ്റ്റാൻഡാണ്. അതായത് സ്ത്രീകൾ പുരുഷന്മാരോട് റേപ്പ്, സെക്ഷൽ അബ്യൂസ്, വെർബൽ അബ്യൂസ് ഒന്നും ചെയ്യാൻ പാടില്ല, നല്ല മനുഷ്യരാകണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പുരുഷന്മാർ നല്ല മനുഷ്യരാകരുത് എന്നാണോ ഇദ്ദേഹം പറയുന്നത്? അല്ല. അപ്പൊ അങ്ങുന്നിന്റെ അഭിപ്രായത്തിൽ പുരുഷന്മാര് ഇതെല്ലാം നിർത്തി നന്നാവണോ വേണ്ടേ? നന്നാവണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് ആകുക. കാരണം ഫെമിനിസ്റ്റുകൾ പറയുന്ന ആദ്യത്തെ സ്റ്റാൻഡിനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ചെയ്യുന്നത് ഇനി നന്നാവണ്ടാന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്ന റേപ്പ്, സെക്ഷൽ അബ്യൂസ് എല്ലാം തെറ്റല്ല എന്നല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ സ്റ്റാൻഡ്, പെണ്ണ് വളരെ ഒപ്രസ്ഡ് ആണ്. അതുകൊണ്ട് പെണ്ണ് കൂടുതൽ എംപവറിലേക്ക് പോകണമെങ്കിൽ പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കണം. പുരുഷന്റെ ഇടങ്ങളിലേക്ക്, പുരുഷൻ ധരിക്കുന്ന വസ്ത്രധാരത്തിലേക്ക്, അല്ലെങ്കിൽ പുരുഷനെ പോലെ പരമാവധി ആകാൻ ശ്രമിക്കലാണ്. സ്ത്രീകള് അവരുടെ അവകാശങ്ങൾക്കായി മുന്നോട്ട് വരുന്നു. സ്ത്രീകള് ഇവരുദ്ദേശിക്കുന്ന വേഷമല്ലാതെ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ഇഷ്ടവുമുള്ള വേഷങ്ങൾ ധരിക്കുന്നു. അവർ സ്വയം സമ്പാദിച്ച് സ്വന്തം കാലിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഇക്വാളിറ്റി എന്ന പേരിൽ സ്ത്രീകൾ പുരുഷന്മാരാകാൻ ശ്രമിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഇയാൾ ഇവിടെ പറഞ്ഞ ജെൻഡർ റോൾസ് എന്നത് സ്ത്രീകളെ ഒപ്രസ്ഡ് ആക്കാൻ ഇവരെ പോലെയുള്ള ആൾക്കാർ പണ്ട് കണ്ടുപിടിച്ചതാണെന്നും അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ജെൻഡർ റോൾസിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഫെമിനിസം പറയുന്നത്. ഇനി ഇവരുദ്ദേശിക്കുന്ന ജെൻഡർ റോൾസ് മനസ്സിലായല്ലോ. അടുക്കള നോക്കുക, പ്രസവിക്കുക, ഭർത്താവിനെയും കുടുംബത്തിനെയും ഒരു വേലക്കാരിയെ പോലെ നോക്കി ജീവിതം അവസാനിപ്പിക്കുക. ഈ ജെൻഡർ റോൾസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ സ്ത്രീകളെ എല്ലാം അക്സെപ്റ്റ് ചെയ്യും. കുറച്ച് ഫ്രീഡം ഒക്കെ അവർക്കൊന്ന് കൊടുക്കും.